ഇന്റർനാഷണൽ എക്കണോമിക്സിലെ ഒരു ടോപ്പിക്കാണ് റീജിയണൽ ട്രേഡ് ബ്ലോക്സ്. റീജിയണൽ ട്രേഡ് ബ്ലോക്സ് ഈസ് എ ഗ്രൂപ്പ് ഓഫ് കൺട്രീസ് വിത്തിൻ എ ജിയോഗ്രാഫിക്കൽ റീജിയൻ ദാറ്റ് എസ്റ്റാബ്ലിഷ് എഗ്രിമെന്റ്സ് ടു റെഡ്യൂസ് ഓർ എലിമിനേറ്റ് ട്രേഡ് ബാരിയേഴ്സ് ലൈക്ക് താരിഫ് ആൻഡ് ക്വാട്ടാസ് എമോങ് ദംസെൽസ്. റീജിയണൽ ട്രേഡ് ബ്ലോക്സ് എന്ന് പറഞ്ഞാൽ ഒരു ജിയോഗ്രാഫിക്കൽ റീജിയനിലുള്ള ഗ്രൂപ്പ് ഓഫ് കൺട്രീസ് എഗ്രിമെന്റിൽ ഏർപ്പെടുവാണ്. എന്തിനു വേണ്ടി? എലിമിനേറ്റ് ട്രേഡ് ബാരിയേഴ്സ് ലൈക്ക് താരിഫ് ആൻഡ് ക്വാട്ടാസ്, അല്ലെങ്കിൽ ഒരു കോർഡിനേഷന് അല്ലെങ്കിൽ ഒരു കൊളാബറേഷനൊക്കെ വേണ്ടിയാണ് ഇത്തരത്തിൽ അവർ ഗ്രൂപ്പ് ഓഫ് കൺട്രീസ് ആയിട്ട് പ്രവർത്തിക്കുന്നത്. അത്തരത്തിലൊരു ഗ്രൂപ്പാണ് സാർക്ക്, SAARC, സൗത്ത് ഏഷ്യൻ അസോസിയേഷൻ ഫോർ റീജിയണൽ കോർപ്പറേഷൻ. 8 ഡിസംബർ 1985 ഇത് ഡെവലപ്പ് ചെയ്തിരിക്കുന്നത്. അന്നത്തെ ബംഗ്ലാദേശിൻ്റെ പ്രസിഡൻ്റായിരുന്ന സിയ ഉർ റഹ്മാനാണ് ഇത് ഡെവലപ്പ് ചെയ്തിരിക്കുന്നത്. അദ്ദേഹമാണ് ഇതിൻ്റെ പിതാവെന്നൊക്കെ അറിയപ്പെടുന്നത്. ഇതിൻ്റെ ഫസ്റ്റ് സബ്മിറ്റ് നടന്നിരിക്കുന്നത് ധാക്കയിലാണ്. ധാക്ക എവിടെയാണ്? ബംഗ്ലാദേശിലാണ്. ഇതിൻ്റെ ഹെഡ് ക്വാർട്ടേഴ്സ് കാഠ്മണ്ഡു, നേപ്പാളിലെ കാഠ്മണ്ഡുവിലാണ് ഇതിൻ്റെ ഹെഡ് ക്വാർട്ടേഴ്സ് വന്നിട്ട്. ഇതിൻ്റെ ആദ്യത്തെ മെമ്പേഴ്സസ് ആണ് ഇന്ത്യ, പാകിസ്ഥാൻ, മാൽഡീവ്സ്, നേപ്പാൾ, ഭൂട്ടാൻ, ബംഗ്ലാദേശ്, ശ്രീലങ്ക. ഇവ 1985 സാർക്ക് ഡെവലപ്പ് ചെയ്യുമ്പോൾ ഉണ്ടായിരുന്ന മെമ്പേഴ്സസ് ആണ്. അതിനുശേഷം 2007 അഫ്ഗാനിസ്ഥാന് ഇതിലേക്ക് വന്നിട്ടുണ്ടായിരുന്നു. എന്നാൽ ഇപ്പോൾ നിലവിൽ അഫ്ഗാനിസ്ഥാനെ ഇതിൽ നിന്ന് സസ്പെൻഡ് ചെയ്തിരിക്കുകയാണ്. അതായത് താലിബാൻ അഫ്ഗാനിസ്ഥാൻ വാറുമായി ബന്ധപ്പെട്ട് അഫ്ഗാനിസ്ഥാനെ നിലവിൽ സസ്പെൻഡ് ചെയ്തിട്ടുണ്ട്. ഇതിൻ്റെ പ്രധാനപ്പെട്ട ഒബ്ജക്റ്റീവ്സ് ആണ് വെൽഫെയർ ഫോർ ഏഷ്യൻ റീജിയണൽ പീപ്പിൾ. ഈ ഗ്രൂപ്പ് ഓഫ് കൺട്രീസിലെ പീപ്പിൾസിൻ്റെ വെൽഫെയർ ആണ് ഒന്നാമത്തെ പോയിൻ്റായിട്ട് വരുന്നത്. അണ്ടർസ്റ്റാൻഡിങ് ആൻഡ് ട്രസ്റ്റ് ബിറ്റ്വീൻ ഏഷ്യൻ റീജിയൻ കൺട്രീസ്. സെൽഫ് റിസൈൻസ്, അതായത് ഒരു സ്വയാശ്രയം അല്ലെങ്കിൽ ഒരു പരസ്പരാശ്രയം എന്നൊക്കെയാണ് വരുന്നത്. കൂടാതെ കോർപ്പറേഷൻ, ആക്സിലറേറ്റ് ഗ്രോത്ത് ബിറ്റ്വീൻ ട്രേഡ്, എക്കണോമിക്, സോഷ്യൽ, കൾച്ചറൽ ആൻഡ് ടെക്നോളജി. ഇനി ഇതിൻ്റെ സ്ട്രക്ചറാണ്. ഇതിൻ്റെ ഫസ്റ്റ് ഹെഡായിട്ട് വരുന്ന ഒരു കൗൺസിലാണ് സമ്മിറ്റ്, അതിനുശേഷം കൗൺസില്, സ്റ്റാൻഡിംഗ് കമ്മിറ്റി, ട്രേഡിംഗ് കമ്മിറ്റി, ലാസ്റ്റ് വരുന്നതാണ് സെക്രട്ടേറിയറ്റ്. ഇത് വരുന്നത് കാഠ്മണ്ഡുവിലാണ്, അതായത് നേപ്പാളിലെ കാഠ്മണ്ഡുവിലാണ് ഇതിൻ്റെ സെക്രട്ടേറിയറ്റ് വരുന്നത്. ഇതിൻ്റെ പ്രധാനപ്പെട്ട എഗ്രിമെൻറ്റുകളാണ് സാഫ്റ്റ, സൗത്ത് ഏഷ്യൻ ഫ്രീ ട്രേഡ് എഗ്രിമെൻറ്റ്. ഇത് നടന്നിരിക്കുന്നത് 2004. അടുത്തതാണ് സൗത്ത് ഏഷ്യൻ പ്രിഫറൻഷ്യൽ എഗ്രിമെൻറ്റ്. അത് വന്നിരിക്കുന്നത് 1995. നെക്സ്റ്റ് സൗത്ത് ഏഷ്യൻ യൂണിവേഴ്സിറ്റി. ഇത് 2007 ഡെവലപ്പ് ചെയ്തിരിക്കുന്നത്. ഇത് നിലവിൽ ന്യൂഡൽഹിയിലാണുള്ളത്. ഇനി സൗത്ത് ഏഷ്യൻ ഡിസാസ്റ്റർ മാനേജ്മെൻറ്റ്, ഇത് ഗുജറാത്തിലാണ് ഇപ്പോൾ ഉള്ളത്. സൗത്ത് ഏഷ്യൻ എനർജി സിസ്റ്റം, അതായത് 2014 ഇത് ഡെവലപ്പ് ചെയ്തിരിക്കുന്നത്. ഒരു എനർജി ക്രൈസിസുമായി ബന്ധപ്പെട്ടാണ് ഇത് ഡെവലപ്പ് ചെയ്തിരിക്കുന്നത്. സൗത്ത് ഏഷ്യൻ എഗ്രിമെൻറ്റ് ഓൺ എൻവിറോൺമെൻറ്റ് 2010 തിമ്പൂലുള്ള ഒരു കോൺഫറൻസിലാണ് ഇത് ഡെവലപ്പ് ചെയ്തിരിക്കുന്നത്. ഇനി ജനറൽ സെക്രട്ടറി എന്ന് പറയുന്നത് 2023 ജനറൽ സെക്രട്ടറി ഗോളം സെവർക്കറാണ്. അത് ബംഗ്ലാദേശിൽ നിന്നുമാണ് ഇദ്ദേഹം വന്നിരിക്കുന്നത്. ഇവിടെ പ്രധാനപ്പെട്ട ഒരു മോട്ടോ ആണ് ഡീപ്പർ ഇൻ്റഗ്രേഷൻ ഫോർ പീസ് ആൻഡ് പ്രോസ്പെരിറ്റി. ഇത്രയാണ് ഇവിടെ നോക്കാനുള്ളത്.